നമസ്കാരം. നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തലയടിച്ചു പൊട്ടിച്ച KSU കാരനെ കേരളം മറന്നിട്ടുണ്ടാകില്ല. അന്ന് തെരുവിൽ തല്ലിച്ചതയ്ക്കപ്പെട്ട AD തോമസ് എന്ന ആലപ്പുഴയുടെ പുതിയ MLA ആണ്. സിറ്റിംഗ് MLA PP ചിത്തരഞ്ജനെ 21,015 വോട്ടുകൾക്ക് തറപറ്റിച്ചാണ് 30-കാരനായ തോമസ് നിയമസഭയിലേക്ക് വണ്ടി കയറുന്നത്. ആലപ്പുഴയിലെ ഇടതുകോട്ട തകർത്ത് തോമസ് നേടിയ ഈ വിജയം കോൺഗ്രസിന് ഇരട്ടി മധുരമാണ് നൽകുന്നത്. മാരാരിക്കുളം വടക്ക് അരശർക്കടവിലെ ഡൊമിനിക് ജാക്സണിന്റെയും അക്കാമയുടെയും മകൻ തോമസ് പഠനകാലം മുതൽക്കേ സമരമുഖത്തെ സജീവ സാന്നിധ്യമായിരുന്നു. മീൻ വിറ്റാണ് അച്ഛൻ മക്കളെ പഠിപ്പിച്ചത്. ഒഴിവു സമയങ്ങളിൽ അച്ഛനൊപ്പം പൊന്തുവള്ളത്തിൽ മീൻ പിടിക്കാൻ കടലിൽ പോരുന്ന തോമസ് സാധാരണക്കാരന്റെ പ്രയാസങ്ങൾ അറിഞ്ഞാണ് വളർന്നത്. മകൻ എന്നെപ്പോലെ ആകുമോ എന്നായിരുന്നു പേടി. പക്ഷേ അവനിന്ന് നാട് നയിക്കാൻ പോകുന്നുവെന്ന് ഡൊമിനിക് പറയുമ്പോൾ അതൊരു നാടിൻ്റെയാകെ അഭിമാനമായി മാറുകയാണ്. നവകേരള യാത്ര ആലപ്പുഴയിലൂടെ കടന്നു പോകുമ്പോൾ കരിങ്കൊടി കാണിച്ചതിന് പോലീസിന്റെയും മുഖ്യമന്ത്രിയുടെയും ഗൺമാന്റെയും ക്രൂരമായ മർദ്ദനത്തിന് തോമസ് ഇരയായിരുന്നു. ആ മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ അന്ന് വലിയ രാഷ്ട്രീയ വിവാദമായി. പിന്നീട് പാർട്ടി തോമസിനെ നിയമസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അത് പോരാളികൾക്കുള്ള അംഗീകാരമായും മാറി. തോമസ് നേടിയ 81,065 വോട്ടുകൾ പിണറായി സർക്കാരിനെതിരെയുള്ള ജനരോഷത്തിന്റെ കൂടി തെളിവാണ്. പരീക്ഷാ ചർച്ചയ്ക്കെതിരെയുള്ള സമരം മുതൽ +1 സീറ്റ് ക്ഷാമം വരെ തോമസ് നയിച്ച പോരാട്ടങ്ങൾ നിരവധിയുണ്ട്. 18 ക്രിമിനൽ കേസുകൾ തോമസിന്റെ പേരിലുണ്ട്. എല്ലാം സമരങ്ങളുമായി ബന്ധപ്പെട്ടത് മാത്രം. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയും പിന്നീട് ഒഴിവാക്കപ്പെടുകയും ചെയ്ത തോമസിന് കാലം കാത്തുവെച്ച നീതിയാണ് ഈ നിയമസഭാ വിജയം. എന്നാൽ ആലപ്പുഴയിലെ ഫലം ഒറ്റനോട്ടത്തിൽ ഇങ്ങനെയാണ്. AD തോമസ് ഇന്റർനാഷണൽ കോൺഗ്രസ് 81,065 വോട്ടുകൾക്ക് വിജയിച്ചു. രണ്ടാം സ്ഥാനത്ത് CPMന്റെ PP ചിത്തരഞ്ജനാണ്. 60,050 വോട്ടുകളാണ് നേടിയത്. ഭൂരിപക്ഷം എന്തായാലും 21,015 വോട്ടുകളും. എന്തായാലും ഓടും ആസ്ബറ്റോ സ്ട്രീറ്റും മേഞ്ഞ മഴ പെയ്യാൻ വെള്ളമൊലിക്കുന്ന ചോർന്ന വീട്ടിൽ നിന്നും നിയമസഭയുടെ പകിട്ടിലേക്ക് തോമസ് എത്തുമ്പോൾ അതൊരു പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ്. പോലീസിന്റെ ലാത്തിക്കും ഭരണകൂടത്തിന്റെ ഗർവിനും തോമസിന്റെ വിജയത്തെ തടയാനാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആലപ്പുഴയുടെ മണ്ണിൽ ഇനി കടലിന്റെ മകൻ ജനങ്ങളുടെ ശബ്ദമാകും. അതേസമയം സമാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ മത്സരരംഗത്തുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത്. പക്ഷേ പല ആളുകൾക്കും ശോഭിക്കാൻ സാധിച്ചില്ല. 2020 സ്ഥാനാർത്ഥികളായും മറ്റു പ്രധാന മുന്നണികളിൽ നിന്നുമൊക്കെയായി നിരവധി സിനിമാ ടെലിവിഷൻ താരങ്ങൾ ഇക്കുറി മത്സരരംഗത്തുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് മുതൽക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ശ്രദ്ധയാകർഷിച്ചതും ഇവരുടെ പ്രചരണ രീതികളും തന്ത്രങ്ങളുമായിരുന്നു. എന്നാൽ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ ജനങ്ങൾ നിർദാക്ഷിണ്യം ഇവരെ തള്ളിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ പാലക്കാട്ട് രമേശ് പിഷാരയുടെ വിജയമാണ് ഏറ്റവും പ്രധാനമായി ഇതിൽ വന്നൊരു കാര്യം. മറ്റുള്ള 2020 നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അഖിൽമാരടക്കമുള്ള ടെലിവിഷൻ താരങ്ങളൊക്കെ തന്നെയും പരാജയപ്പെട്ട അവസ്ഥയിലാണ്. കനത്ത പരാജയമാണ് ഒട്ടുമിക്ക താരസ്ഥാനാർത്ഥികളും ഏറ്റുവാങ്ങിയത്. പ്രചരണവേളയിൽ വലിയ ആവേശം ജനിപ്പിച്ച താരസ്ഥാനാർത്ഥികൾ പലരും ഫലത്തിൽ 3-ാം സ്ഥാനത്ത് ഒതുങ്ങി. തൃപ്പൂണിത്തറയിൽ 2020 വേണ്ടി മത്സരത്തിനിറങ്ങിയ അഞ്ജലി നായരും അതിനുശേഷം കുണ്ടറയിൽ മത്സരത്തിനിറങ്ങിയ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും 2020 സ്ഥാനാർത്ഥികളായ ആതിര ഡി നായരും അഖിൽ മാരാരും ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അർഹതപ്പെട്ടവരൊക്കെ വിജയിച്ചു കയറിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിതെന്ന് പറയേണ്ടി വരും.